നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി ആരോഗ്യവാനായി ഇരിക്കുന്ന ദൃശ്യം പുറത്തുവിട്ട ഇറാൻ മാധ്യമം. മുജ്തബ ഖമനയി ഗുരുതരാവസ്ഥയിലാണെന്ന ഇസ്രയേലി മാധ്യമത്തിന്റെ റിപ്പോർട്ടിന് പിന്നാലെ ഇറാൻ ഭരണകൂടവുമായി ബന്ധമുള്ള മെഹർ ന്യൂസ് ഏജൻസിയാണ് മുജ്തബ ഖമനയുടെ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഭിത്തിയിൽ ചാരിയിരുന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന ഖമനയിയാണ് ദൃശ്യങ്ങളിലുള്ളത്. 12 സെക്കൻഡ് മാത്രമാണ് വീഡിയോയുടെ ദൈർഘ്യം. ദൃശ്യങ്ങൾ എപ്പോൾ എവിടെ വെച്ച് ചിത്രീകരിച്ചതാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മുജ്തബ ഖമനയുടെ നില അതീവ ഗുരുതരമാണ് എന്ന ഇസ്രയേലി മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. യുഎസും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് മകൻ മുജ്തബ ഖമനയി ഇറാന്റെ പരമോന്നത നേതൃപദവിയിലേക്ക് എത്തുന്നത്. അധികാരമേറ്റെങ്കിലും മുജ്തബ ഖമനയി പൊതുമധ്യത്തിലെത്താതെ പ്രസ്താവനകളിലൂടെയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. ഇതോടെ ആക്രമണത്തിൽ മുജ്തബ ഖമനയിക്ക് പരിക്കേറ്റിരിക്കാമെന്ന അഭ്യൂഹങ്ങൾ സജീവമായിരുന്നു. മുജ്തബ ഖമനയിയുമായി നേരിട്ട് ബന്ധപ്പെടാൻ നിലവിൽ വളരെ പ്രയാസമുണ്ട് എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പസിഷ്കിയാൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഖമനയി ഇറാനിൽ ഇല്ലെന്ന് ഇസ്രയേലി സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് സൗദി മാധ്യമം ജൂലൈയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ട ശേഷം മുജ്തബ ഖമനയി ക്യാബിനറ്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്ന് മസൂദ് പസിഷ്കിയാൻ ബന്ധമുള്ളവരെ ഉദ്ധരിച്ച് ഇറാന്റെ പ്രതിപക്ഷവുമായി ബന്ധമുള്ള മാധ്യമമായ ഇറാൻ വയർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാന്റെ ഉന്നത സൈനിക നേതൃത്വം ഇല്ലാതാക്കിയെന്നും ഖമനയി 90% ഇല്ലാതെയെന്നും US പ്രസിഡന്റ് ട്രംപും അവകാശപ്പെട്ടിരുന്നു. ഇത് തള്ളിയ ഇറാൻ ഭരണകൂടം അധികൃതർ നിർണായക തീരുമാനങ്ങൾക്ക് ഖമനയി തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നതെന്നും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കി. എന്നാൽ മുജ്തബ ഖമനയി പൊതുമധ്യത്തിൽ എത്താത്തതാണ് അഭ്യൂഹങ്ങൾക്ക് ഇടവരുത്തിയത്. മരുഭൂമിയിലെ മണൽത്തരികളെ പോലും വിറപ്പിക്കുന്ന സ്ഫോടന ശബ്ദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. അമേരിക്കയുടെ അഹങ്കാരത്തെ തരിപ്പണമാക്കുന്ന ഇറാന്റെ മാരക ആക്രമണമാണ് എന്നാണ് ഇറാൻ പക്ഷം വിലയിരുത്തുന്നത്. യുദ്ധത്തിന്റെ നിഴലിൽ മിഡിൽ ഈസ്റ്റ് നീറുമ്പോൾ ലോകം ഇന്നുവരെ കാണാത്ത ഒരു വൻ പ്രതിസന്ധിയിലേക്കാണ് അമേരിക്കൻ സൈന്യം വഴിതിരിഞ്ഞു വീഴുന്നത് എന്നാണ് ഇറാൻ പറയുന്നത്. ശൂന്യമാകുന്ന ആയുധപ്പുരകളും തലച്ചോറിന് മാരകമായി പരിക്കേറ്റ് തകരുന്ന നൂറുകണക്കിന് സൈനികരും അമേരിക്കയെ പിടിച്ചുകുലുക്കുമ്പോൾ ഭരണകൂടത്തിനുള്ളിൽ പൊട്ടിത്തെറികൾ രൂക്ഷമാകുന്നു എന്ന വിവരവും വരുന്നു. വ്യോമശക്തിക്ക് അതിരുകളുണ്ട് എന്ന അമേരിക്കൻ ജനറൽമാർ തന്നെ മുന്നറിയിപ്പ് നൽകുമ്പോൾ ട്രംപ് ഭരണകൂടം ഈ യുദ്ധക്കളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിത്തിരിയുകയാണോ എന്നതാണ് അണിയറയിൽ സംഭവിക്കുന്നത്. പ്രസ് TV, ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് കണക്കുകളെ പ്രകാരം ഏകദേശം 700ഓളം അമേരിക്കൻ സൈനികർ ഇതിനോടകം തന്നെ പരിക്കേറ്റ് കഴിഞ്ഞു. ഇതിൽ ഭൂരിഭാഗം സൈനികരെയും ബാധിച്ചിരിക്കുന്നത് ദി ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറിയാണ്, അഥവാ തലച്ചോറിനേൽക്കുന്ന ഗുരുതരമായ ആഘാതങ്ങൾ. പുറമെ വലിയ മുറിവുകളോ രക്തസ്രവമോ കാണുന്നില്ലെങ്കിലും ശക്തമായ സ്ഫോടന തരംഗങ്ങൾ ഉണ്ടാകുന്ന ആഘാതം സൈനികരുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ് തകർത്ത് കളയുന്നത്. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അമേരിക്ക നേരിട്ട അതേ മാനസിക ശാരീരിക ദുരന്തങ്ങൾ പുതിയൊരു രൂപത്തിൽ വീണ്ടും ഉയർന്നു വരുന്നത് അമേരിക്കയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സ്ഫോടനങ്ങളുടെ പ്രകമ്പനത്തിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ ഉടൻ തന്നെ തിരിച്ചറിയാൻ നിലവിലെ വൈദ്യശാസ്ത്രത്തിന് പരിമിതികളുണ്ട്. പെന്റഗൺ ഇവയിൽ പലതിനെയും ചെറിയ മസ്തിഷ്കാഘാതങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം ഭയാനകമാണ്. വിട്ടുമാറാത്ത തലവേദന, ഓർമ്മക്കുറവ്, കാഴ്ചമങ്ങൽ, ഉറക്കമില്ലായ്മ, പെട്ടെന്നുണ്ടാകുന്ന മാനസികാവസ്ഥ വ്യതിയാനങ്ങൾ എന്നിവ ഈ പരിക്കുകളുടെ തുടർച്ചയായി സംഭവിക്കുന്നു. പൂർവ്വകാല യുദ്ധങ്ങളിൽ പങ്കെടുത്ത് TBI ബാധിതരായ വിമുക്ത ഭടന്മാരുടെ അനുഭവം വ്യക്തമാക്കുന്നത് ഈ മുറിവുകൾ ജീവിത അവസാനം വരെ പിന്തുടരണം എന്നാണ്. എന്നിരുന്നാലും പരിക്കേറ്റ സൈനികർക്ക് കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാക്കാൻ അമേരിക്കൻ സൈന്യത്തിന് സാധിക്കില്ലെന്ന വിമർശനം അമേരിക്കൻ ജനപ്രതിനിധികൾക്കിടയിൽ ശക്തമാണ്. ഡെമോക്രാറ്റിക് സെന്റർ ഡാമി ബാൾഗിവിൻ ഉൾപ്പെടെയുള്ളവർ കുവൈറ്റിലെയും മറ്റ് അമേരിക്കൻ താവളങ്ങളിലെയും പരിശോധന വീഴ്ചകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് എത്തിക്കഴിഞ്ഞു. യുദ്ധം നേരിട്ട് ഏൽപ്പിക്കുന്ന മുറിവുകളെക്കാൾ ആഴമുള്ളതാണ് ഈ അദൃശ്യ മുറിവുകളെന്നാണ് മെഡിക്കൽ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഭൗതികമായ പരിക്കുകൾക്കപ്പുറം സാങ്കേതികമായും സാമ്പത്തികമായും അമേരിക്ക വൻ തിരിച്ചടിയാണ് നേരിടുന്നത്. 5 മാസത്തിലധികമായി തുടരുന്ന ഈ പോരാട്ടത്തിൽ ആഗോളതലത്തിൽ അമേരിക്കൻ കരുതൽ ശേഖരത്തിൽ സൂക്ഷിച്ചിരുന്ന വളരെ കൃത്യതയുള്ള ദീർഘദൂര മിസൈലുകളുടെ വലിയൊരു ഭാഗം ഉപയോഗിച്ച് തീർന്നു. ഇത് അമേരിക്കയ്ക്കുള്ളിൽ കടുത്ത അമർഷത്തിന് കാരണം ഉണ്ടാക്കി. ക്യാമ്പ് ഡേവിഡിൽ വെച്ച് നടന്ന അടച്ചിട്ട മുറിയിലെ ചർച്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പ്രതിരോധ സെക്രട്ടറി പി
പീറ്റ് ഹെക്സെറ്റി നേരിട്ട് വിചാരണ ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. സൈന്യത്തിന്റെ യഥാർത്ഥ ആയുധ ശേഖരത്തെക്കുറിച്ചും ശേഷിക്കുന്ന പ്രതിരോധ പ്രതിസന്ധികളെക്കുറിച്ചും തെറ്റായ വിവരങ്ങൾ നൽകിയതെന്നാണ് ട്രംപിന്റെ പ്രധാന ആരോപണം. ആയുധങ്ങളുടെ ക്ഷാമവും തുടർച്ചയായ സൈനിക നഷ്ടങ്ങളും അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ ആഭ്യന്തര വിള്ളലുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ പൂർണ്ണമായി കീഴടക്കാൻ കഴിയില്ലെന്ന് അമേരിക്കൻ സൈനിക നേതൃത്വം ഇപ്പോൾ തിരിച്ചറിയുന്നു. ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ, വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ് എന്നിവരടക്കം നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചകളിൽ ഈ മുന്നറിയിപ്പ് ആവർത്തിച്ചു. കരസേനയെ ഇറാനിലേക്ക് അയക്കുന്നത് ഒരു ദുരന്തമായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന കെയ്ൻ യുദ്ധത്തിൽ നിന്ന് മാന്യമായി പിന്മാറാനുള്ള വഴി അഥവാ എക്സിറ്റ് സ്ട്രാറ്റജി അന്വേഷിക്കുകയാണ്. അമേരിക്കൻ ജനറൽമാരുടെ അഭിപ്രായത്തിൽ കേവലം ബോംബാക്രമണം കൊണ്ട് ഇറാനെ ഞങ്ങളുടെ നിബന്ധനകൾ അംഗീകരിപ്പിക്കാൻ കഴിയില്ല. സൈന്യത്തെ കൂടുതൽ നാശനഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമെങ്കിൽ രാഷ്ട്രീയമായ ഒത്തുതീർപ്പുകൾ അനിവാര്യമാണെന്ന നിഗമനത്തിലാണ് പെന്റഗണിലെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിരിക്കുന്നത്. അമേരിക്കയുടെ ഇസ്രയേലിന്റെയും കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കുന്നു. തന്റെ ഭരണത്തിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ടെലിവിഷൻ സന്ദേശത്തിൽ തങ്ങളുടെ പ്രതിരോധ ശേഷിയും സൈനിക ശക്തിയും വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ഒത്തുതീർപ്പിനും തയ്യാറില്ലെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇറാന്റെ IRGC, എയർക്രോപ്സ് ഫോഴ്സ് എന്നിവ നടത്തിയ തിരിച്ചടികൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിയെന്ന് പെഷക്കിയാൻ അവകാശപ്പെടുന്നു. മറ്റ് രാജ്യങ്ങൾ ആക്രമിക്കാനോ അതിർത്തികൾ വികസിപ്പിക്കാനോ തങ്ങൾക്ക് ആഗ്രഹമില്ലെന്നും എന്നാൽ തങ്ങളെ ആക്രമിക്കാൻ അനുമതി നൽകുന്ന അയൽ രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാൻ തങ്ങൾ നിർബന്ധിതരാകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളെ ഇറാനെതിരെ ഒന്നിപ്പിക്കാനാണെന്നും ഈ നീക്കത്തെ നയതന്ത്രപരമായി ചെറുക്കുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. യുദ്ധം നീണ്ടുപോകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഊർജ്ജ വിപണിയെയും ആകെ ഉലച്ചിരിക്കുകയാണ്. ലോകത്തിന്റെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമോസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമായി. കടലിടുക്കിലെ പിരിമുറുക്കം കുറയ്ക്കാനും എണ്ണവില നിയന്ത്രണ വിധേയമാക്കാനും നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ പരിഹാരം വിദൂരമാണ്.